ഗോതമ്പ് പൊടി വെച്ച് ചപ്പാത്തി മാത്രമല്ല, നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയാലോ? ഇത് പെട്ടെന്നായി കിട്ടും കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കണം. കുഴച്ച് ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറുതായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത പാട് തന്നെ നമുക്ക് ഓരോരോ ബോൾസുകളാക്കി മാറ്റാം. ഇനി ഇത് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഞാൻ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇങ്ങനെ മുട്ടയൊന്നും വേണ്ട, തനിയെ തന്നെ പൊങ്ങി വരും. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ പൊങ്ങി കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 3 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്ന കണ്ടോ. ഇത് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. തീ നല്ലപോലെ ആകുമ്പോൾ പെട്ടെന്ന് പൊങ്ങിക്കിട്ടുകയും ചെയ്യും, മൊരിയുകയും ചെയ്യും. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നെയ്പ്പത്തൽ റെഡിയായി കിട്ടി. ഇതിന് കറിയൊന്നും വേണ്ട, വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ആ ചൂടോടുകൂടി തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പത്തൽ നമുക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും കഴിക്കാൻ പറ്റും. ഇതാ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.